Hi everyone, welcome to Me&Company. ഞങ്ങളുടെ CV-യിൽ എഴുതാൻ പോയിന്റ്സ് തീരെ ഇല്ല. കാറ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇന്റേൺഷിപ്സും വർക്ക്ഷോപ്സും ഒക്കെ ചെയ്യേണ്ടതുണ്ടോ? നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തതിനു ശേഷം കാറ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? നല്ലൊരു CV ഇല്ലെങ്കിൽ IIMs എന്നും അതുപോലെ ടോപ്പ് ബി സ്കൂൾസ് എന്നൊക്കെ കോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ DM-ൽ കുട്ടികൾ ചോദിക്കുന്നതാണ്. അതിനൊക്കെയുള്ള എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, എൻ്റെ പേര് ഐശ്വര്യ ചുള്ളിയിൽ. ഞാൻ IIM റോത്തക്കില് 2020-22 PGPM ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. കറന്റ്ലി ആമസോണിൽ വെൻഡർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ എൻ്റെ ഫൈനൽ ഇയറിലെ CV ഞാനൊന്ന് കാണിക്കാം. ഇങ്ങനത്തെ CV അല്ലായിരുന്നു കേട്ടോ എൻ്റെ ആദ്യ മാസങ്ങളിലെ CV. ഒരുപാട് ഇറ്ററേഷൻസ് നടത്തി, ഒരുപാട് കറക്ഷൻസ് നടത്തി അവസാനം കിട്ടിയ ഒരു CV ആണ് നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന CV. അപ്പോൾ IIMsൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ മാസം തന്നെ നമ്മുടെ CV കറക്ഷൻ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതിനുവേണ്ടി നമുക്കൊരു ബഡീനെ അസൈൻ ചെയ്യും. അവർ മിക്കവാറും പ്ലേസ്മെന്റ് കമ്മിറ്റി അല്ലെങ്കിൽ പ്ലേസ്മെന്റ് പ്രിപ്പറേഷൻ കമ്മിറ്റിയിലെ കുട്ടികളായിരിക്കും, നമ്മുടെ ബാച്ചിലെ കുട്ടികൾ തന്നെയായിരിക്കും. അവർ നമുക്ക് വേണ്ട കറക്ഷൻസും അതുപോലെ CV-യിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അതിനനുസരിച്ച് നമ്മൾ ഓരോ മാസവും CV ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്ത് നമ്മൾ പഠിത്ത് ചെയ്ത ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ ലൈവ് പ്രോജക്ട്സ് സർട്ടിഫിക്കറ്റിന്റെ പ്രൂഫ് സഹിതം നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ ആ പോയിന്റ്സ് എല്ലാം അതിൽ ആഡ് ഓൺ ചെയ്യും. അങ്ങനെ ചെയ്ത് അവസാനം നല്ലൊരു CV നമുക്ക് കിട്ടും. അപ്പോൾ ഫ്രഷേഴ്സ് ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു MBA കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ CV നല്ല CV ആയിരിക്കും. ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ എഴുതാനും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആദ്യ മാസങ്ങളിലെ CV-യും ഞാൻ കാണിക്കാം, ഈ സ്ക്രീനിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ഇറ്ററേഷൻസ് നടത്തിയിട്ടാണ് ഈ ഒരു ഫൈനൽ CV കിട്ടിയത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ CV ഉണ്ടല്ലോ, ഇതെന്റെ ആദ്യത്തെ മാസത്തെ CV ആണ്. ആദ്യത്തെ മാസം എന്ന് പറയാനില്ല, അതായത് ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തുണ്ടാക്കിയ ഒരു CV ആണ്. ഫോർമാറ്റ് ഓൾറെഡി IIM എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പോയിന്റ്സ് ആഡ് ചെയ്തു. അപ്പോൾ ആ CV ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാത്തിലും ഉള്ളത്. ഡിഗ്രി ചെയ്ത സമയത്തുള്ള പ്രോജക്ട്സും ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. അതല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല. കാറ്റിന്റെ സമയത്ത് ഞാൻ ഈ ഒരു ഫോർമാറ്റിലല്ലെങ്കിലും ഈ ഒരു പോയിന്റ്സ് ഒക്കെയാണ് ആഡ് ചെയ്തത്. ഇത് നോക്കിയാൽ കാണാം പവർ വേർഡ്സ് ഇല്ല, ഹൈലൈറ്റഡ് പോയിന്റ്സ് വളരെ കുറവാണ്. ഇതിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടാണ് ഇനി അടുത്ത CV നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ മാസത്തെ CV എങ്ങാണ്ടാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പോയിന്റ്സ് ഒക്കെ കുറച്ചും കൂടെ അലൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് പോരാത്തതിന് 2 സർട്ടിഫിക്കേഷൻസും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കോളേജിൽ നിന്ന് തന്ന ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും വലിയ അടിപൊളി CV ഒന്നല്ല, എന്നാലും പോയിന്റ്സ് അലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പവർ വേർഡ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് സ്പേസസ് ഞാൻ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് സ്പേസസ് എന്ന് പറയുമ്പോൾ അതായത് CV-യിൽ പോയിന്റ്സ് ഇല്ലാത്ത ഭാഗം, വൈറ്റ് ആയിട്ട് കാണുന്ന ഭാഗം. വൈറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ അവിടെ പോയിന്റ്സ് ഇല്ല. ആ പോയിന്റ്സ് ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് എഴുതിയിട്ടില്ല, അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇനി വരുന്ന CV-യിലൊക്കെ ഞാൻ ഈ വൈറ്റ് സ്പേസസ് കുറയ്ക്കാനാണ് മാക്സിമം ശ്രദ്ധിച്ചത്. അതിനുവേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പ് ആൻഡ് ഒരു ക്ലിയർ ആയിട്ട് എഴുതാൻ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ എല്ലാം നല്ല ഒരു 3 പോയിന്റ്സിൽ ഞാൻ എഴുതാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഫസ്റ്റ് ഇയറിലെ ഫൈനൽ CV ആണ് എൻ്റെ. അപ്പോൾ ഏകദേശം കുറച്ച് പോയിന്റ്സ് ഒക്കെ കൂടുതലുണ്ട്. അതായത് കോമ്പറ്റീഷൻസ്, ലൈവ് പ്രോജക്ട്സും സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സമയമാകുമ്പോഴേക്കും. എന്നാലും ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടി ചെയ്യേണ്ട അത്ര ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ബാക്കി ബാച്ച്മേറ്റ്സിനെ നോക്കിയാലും. പക്ഷെ കോമ്പറ്റീഷൻസ് ഞാൻ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈൻ ആയിട്ടായിരുന്നു. D2C എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തു. എൻ്റെ CV ഒന്ന് അടിപൊളിയാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസും സർട്ടിഫിക്കേഷൻസിലൊക്കെ കൂടുതലായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ CV-യിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ഇയറിലെ CV നിങ്ങൾ കണ്ടോ? ഇതിൽ ഒരുപാട് ഹെഡിങ്സിലായിട്ട് ഒരുപാട് പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ 3 ലൈവ് പ്രോജക്ട്സും ഒരു സമ്മർ ഇന്റേൺഷിപ്പും ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും. പിന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻസും കോമ്പറ്റീഷൻസും എല്ലാം ആഡ് ചെയ്ത് എനിക്കൊരു സാറ്റിസ്ഫൈങ് രീതിയിലുള്ള ഒരു CV ആണ് ഫൈനൽ ഇയർ ഉണ്ടായിരുന്നത്.
പക്ഷെ അതിൽ ഞാൻ ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് നമ്മുടെ അവസാനത്തെ പ്ലേസ്മെന്റിന് വേണ്ടി, അതായത് ആമസോണിന്റെ ഒക്കെ സമയത്ത് ഇതിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ ഒരു CV ആണ്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ CVയിൽ എഴുതാൻ പറ്റിയ കുറച്ച് നല്ല ഹെഡിങ്സ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ CVയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ ഹെഡിങ്സിന്റെ താഴെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെയാണ് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് നിങ്ങൾ സമ്മർ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ വിന്റർ ഇന്റേൺഷിപ്പോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അവിടെ ചെയ്ത കാര്യം ഒരു 3 പോയിന്റ്സിൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം. അവിടെ നിങ്ങൾ ചെയ്ത കമ്പനിയുടെ പേരും അതുപോലെ തന്നെ ഇയറും അവിടെ മെൻഷൻ ചെയ്യാം. രണ്ടാമത്തേതാണ് അക്കാഡമിക് പ്രോജക്ട്സ്. അക്കാഡമിക് പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. അതും ഇതുപോലെ തന്നെ 3 പോയിന്റ്സിൽ ബ്രീഫ് ചെയ്യാം. ഇയറും വേണമെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാം. ഇനി വരുന്നതാണ് ലൈവ് പ്രോജക്ട്സ്. ഇൻഡസ്ട്രിയൽ ലൈവ് പ്രോജക്ട്സ് എന്ന് പറയും. അത് നിങ്ങൾ MBAയുടെ സമയത്തോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ സമയത്തോ ഒക്കെ ചെയ്ത ലൈവ് പ്രോജക്ട്സ് ലിസ്റ്റ് ചെയ്യാം. അതും ഇതേപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് 3 പോയിന്റ്സിൽ ബ്രീഫ് ചെയ്യാം. ഇയറും കമ്പനിയും മെൻഷൻ ചെയ്യാം. POR എന്ന് പറയുമ്പോൾ പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അതായത് നിങ്ങൾ ഡിഗ്രിയുടെ സമയത്തോ MBAയുടെ സമയത്തോ നിങ്ങൾ ഏതെങ്കിലും കൗൺസിലിലോ അല്ലെങ്കിൽ കമ്മിറ്റിയിലൊക്കെ ഹെഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഇതിനെയാണ്, അതിൽ നിങ്ങൾ എന്തൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുമോ അതിനെയാണ് പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അപ്പൊ അതിന്റെ താഴെ നിങ്ങൾക്ക് ആ ഒരു ക്ലബിന്റെ പേര് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ പേര്, ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും പിന്നെ 3 പോയിന്റ്സും ബ്രീഫ് ചെയ്യാം. അത് ഇയർ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അച്ചീവ്മെന്റ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലേഴ്സ് ഞാൻ 3 ഹെഡിങ്സ് ആയിട്ട് തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സർട്ടിഫിക്കേഷൻസ്, കോമ്പറ്റീഷൻസ്, അതേഴ്സ്. സർട്ടിഫിക്കേഷൻസിൽ നിങ്ങൾ ചെയ്ത സർട്ടിഫിക്കേഷൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും, കോമ്പറ്റീഷൻസ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രിയുടെ സമയത്തോ MBAയുടെ സമയത്തോ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ, അതിലെ പോയിന്റ്സ്. പിന്നെ അതേഴ്സിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഇല്ലാത്ത കുറച്ച് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾക്ക് അതിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ സമയത്ത് ഫ്ലഡ് റിലീഫിന്റെ കാര്യങ്ങളും പിന്നെ ടാർ സെൻസസ് ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു മാനേജ്മെന്റ് ലെവലിലാണല്ലോ ചെയ്തത്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ നിങ്ങൾ ബാക്കി മെയിൻ ഹെഡിങ്സിൽ ആഡ് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ അതേഴ്സിലാണ് കൊടുക്കാറ് സാധാരണ. വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പോയിന്റ്സ് അവിടെ ആഡ് ചെയ്യാം. കമ്പനി കൊടുക്കാം, അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ പോയിന്റ്സ് ഞാൻ പറയാം. CV ബിൽഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ, ഒരു റിക്രൂട്ടർ നിങ്ങളുടെ CV നോക്കുകയാണ്. ആ CV മാക്സിമം അയാൾ നോക്കുക ഒരു മിനിറ്റ് ആണ്. 1 മിനിറ്റ് ചിലർ നോക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു 40 സെക്കൻഡ്സ് ഒക്കെ ആവും നോക്കുക. ഈ സമയത്ത് നിങ്ങളുടെ CV സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കണം. അവർക്ക് പ്രസന്റബിൾ ആയിരിക്കണം. പെട്ടെന്ന് അവർക്ക് വായിച്ചാൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, അതുണ്ടാവണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്പേഴ്സ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അതുപോലെ പവർ വേർഡ്സ് ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താന്ന് വെച്ചാൽ ആ പോയിന്റ്സ് മാത്രം പെട്ടെന്ന് അവർ സ്ട്രൈക്ക് ചെയ്യും, അത് അവർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ CVയിൽ ബ്ലാങ്ക് സ്പേസസ് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ബ്ലാങ്ക് സ്പേസസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതായത് പോയിന്റ്സ് ഇല്ലാത്ത സ്പേസസ്. അത് വെച്ചിട്ട് നിങ്ങൾ പോയിന്റ്സ് വലിച്ചു നീട്ടി കൊടുക്കരുത്. വളരെ ക്രിസ്പായിട്ട് എന്നാൽ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പോയിന്റ്സ് ആയിരിക്കണം നിങ്ങളുടെ ഈ പറഞ്ഞ, ഞാൻ ഓരോ ഹെഡിങ്സിൽ പറഞ്ഞ ഈ 3 പോയിന്റ്സ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ടോപ്പിൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 2023 നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തു, അത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഓൺ ദി ടോപ്പ്. അതിനുശേഷം 2022 ചെയ്തത് അതിന്റെ താഴെ വരണം, 2021 ചെയ്തത് അതിന്റെ താഴെ വരണം. അങ്ങനെയായിരിക്കണം നിങ്ങൾ എല്ലാ പോയിന്റ്സും ലിസ്റ്റ് ചെയ്യേണ്ടത്. CV ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കോമെന്റ് ചെയ്യുക, അതിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. പവർ വേർഡ്സും അതുപോലെ എങ്ങനെ ഒരു CV നല്ല പ്രസന്റബിൾ ആക്കാം എന്നുള്ള പോയിന്റ്സ് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും. അത് ഞാൻ മാക്സിമം ഉടനെ ചെയ്യാൻ നോക്കാം. ഈ CV എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാറ്റ് ആസ്പിറൻസിന് മാത്രമല്ല, ഏതൊരു ജോബ് ഇന്റർവ്യൂവിന് നോക്കുന്ന ആൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപകാരപ്പെടുന്നുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫോർ മോർ വീഡിയോസ് കീപ് വാച്ചിങ് ദിസ് ചാനൽ. So until then, keep learning, happy learning, bye.